തമ്മിൽ ഒരിക്കലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നില്ല. രാത്രി രാത്രി, പകൽ പകലാണ്. അതുകൊണ്ട് അവിടെ വറീസ് വരുന്നില്ല. പക്ഷെ ഇവിടെ കോൺഫ്ലിക്റ്റ് വരുന്നത് ഈ ഒപ്പീനിയൻസ് ഡിഫറൻസ് വേരി ചെയ്യുമ്പോഴാണ്, അവന്റെ കാഴ്ചപ്പാടിലുള്ള വേരിയേഷൻ വരുമ്പോഴാണ് ഇവന്റെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകുന്നതും അതിൽ നിന്നും ഒരു വറിയിലേക്ക് അവൻ നീങ്ങുന്നതും അവന്റെ ശരീരം നശിക്കും. അതായത് കാഴ്ചക്കാരനില്ലാതെ കാഴ്ച മാത്രം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത്. കാഴ്ചക്കാരനില്ലാതെ കാഴ്ച, രാത്രിക്ക് പകലുണ്ട്, പകലിന് രാത്രിയുണ്ട്, ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാത്തത്. അതുപോലെ കാഴ്ചക്കാരനും കാഴ്ചയും ഒരുപോലെ നിൽക്കുന്ന ഭാഗമുള്ളത് കൊണ്ട് കോൺഫ്ലിക്റ്റ് ഇല്ല അവിടെ. ഇത് കാഴ്ചക്കാരൻ മാത്രമാകുന്നു, അല്ലെങ്കിൽ കാഴ്ച മാത്രമാകുന്നു. ഇത് സർവ്വതുമായിട്ട് സമരസപ്പെടുമ്പോൾ അവിടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് അസ്തമിച്ചു. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയിലാണ്. അപ്പം നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് പരിശോധിക്കാൻ ഒരു നമ്മളുണ്ടായി. എന്തുകൊണ്ടാണ് ഈ നമ്മൾ, ഞാൻ എന്നൊക്കെ പറയുന്ന അവസ്ഥയ്ക്ക് മുൻതൂക്കം വരുന്നത്? കാരണം ഇത് പ്രപഞ്ചത്തിൻ്റെ വളരെ അത്യാധുനികമായിട്ടുള്ള ഒരു സൃഷ്ടിയായതുകൊണ്ടാണ്. ഞാനെന്ന് പറയുന്നതും നമ്മളെന്ന് പറയുന്നതും ഒക്കെ ഇപ്പോൾ രൂപം കൊണ്ടതാണ്. അതുകൊണ്ടാണ് അതിന് ഒരു സ്റ്റെബിലിറ്റി വേണ്ടി വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിൽ വളരെ വ്യക്തമായിട്ടുള്ള ചില താല്പര്യങ്ങൾ ജനിക്കേണ്ടതുണ്ട്. അത് വളരെ സൂക്ഷിക്കണം. കാരണം ജനിക്കാൻ ഒട്ടനവധി സാധ്യതയുള്ളൊരു എൻവയോൺമെൻറ്റാണ്, അന്തരീക്ഷമാണ്. കാരണം മരിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുമുള്ള അന്തരീക്ഷമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം. ഞാൻ ജനിച്ചു, അതിനകത്ത് മറ്റൊന്ന് ജനിക്കാതെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. എന്നാൽ ജനിക്കേണ്ടത് ജനിക്കുകയും വേണം. എന്നിൽ ജനിക്കേണ്ടത് ജനിക്കുകയും, അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ച സാധ്യമാകുന്നത്. അപ്പം ജനിക്കേണ്ടത് ജനിക്കണം, അവിഹിത ബന്ധത്തിൽ ആകരുത്. എൻ്റെ ഹിതത്തിൽ ജനിക്കണം. അങ്ങനെ ജനിച്ചാൽ മാത്രമേ ചില വ്യവസ്ഥകളെ അല്ലെങ്കിൽ ചില പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള പ്രാപ്തി നമ്മളിൽ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗത്ത്, ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തിലാകുമ്പോൾ നമ്മളിൽ ജനിക്കാനുള്ളത് തനിയെ ജനിച്ചോളൂ. അതുകൊണ്ട് നമുക്ക് യാതൊരു കാരണവശാലും പ്രതിസന്ധികൾ ഉണ്ടാകുകയില്ല. ഏത് സാഹചര്യത്തിലും അത് മുൻകൂട്ടി അത് അറിഞ്ഞിരിക്കും. ഇന്ന സാഹചര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണെന്നുള്ളത് ഈ സംവിധാനത്തിൻ്റെ ആന്തരിക സവിശേഷതയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് മുൻകൂട്ടി അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കും. ആ സന്ദർഭം വരുമ്പോൾ അത് പ്രവർത്തിച്ചുകൊള്ളും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ ഈ ജന്മം എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്. ഈ ജന്മം എന്ന് പറയുന്നത്, കാരണം നമ്മളുടെ ഉത്തരവാദിത്തം, നമ്മളുടെ പ്രവർത്തന മേഖലകൾ എല്ലാം നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ പരിശോധിച്ചാൽ അതിലൊരിക്കലും നമുക്ക് ക്ഷീണം തരുന്നതോ അസ്വസ്ഥത തരുന്നതായിട്ടുള്ള യാതൊന്നുമില്ല. നമ്മുടെ ഉത്തരവാദിത്തം എപ്പോഴും നമ്മളെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തം ഭാരപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ട ഭാഗത്ത് നിൽക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഏതൊരു വ്യക്തിയും അവൻ്റെ അർഹതപ്പെട്ട ഭാഗത്താണ് നിലനിൽക്കുന്നതെങ്കിൽ അവന് പ്രതികൂല സാഹചര്യത്തെ തരണം ചെയ്യേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമല്ല, ഈ സംവിധാനത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിലനിൽക്കുന്ന ആ ഭാഗത്ത് നിൽക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പ്രപഞ്ചമാണ്, ഞാനല്ല എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ആയിട്ട് ജനിച്ചു നിൽക്കുന്ന ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ധർമ്മം. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം
ആശ്വാസം. അതിന് യാതൊരു കാരണവശാലും പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല. ഇത് തന്നെത്താൻ പ്രിപ്പയർ ചെയ്യും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത അത് തന്നെത്താൻ പ്രിപ്പയർ ചെയ്യും. നമ്മളറിയുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ശരീരം അറിഞ്ഞിരിക്കും. നമ്മുടെ ശരീരം അതിനു വേണ്ടിയിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തിരിക്കും. പക്ഷേ ഇതിനകത്ത് ഞാൻ കയറി എൻ്റെ ബുദ്ധി കൊണ്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരിക്കലും അത് സംഭവിക്കത്തില്ല. എൻ്റെ ബുദ്ധിക്ക് അതിനുള്ള പ്രാപ്തിയില്ല. അതുകൊണ്ടാണ് അഹങ്കാരം, വാശി, വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പ് ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിലോട്ട് പോകുന്നത്. കാരണം ഞാൻ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് എനിക്ക് വേണ്ടത് ഇന്നതൊക്കെയാണ്, എന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണല്ല. ഞാനിവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം തന്നെയാണ് എന്നെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് എന്നെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയുന്നത് അവൻ്റെ സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയിൽ നിന്ന് പരിപൂർണമായിട്ട് വിട്ടുമാറി അവൻ ജനിക്കാൻ കാരണമുള്ള സവിശേഷതയുമായിട്ടുള്ള ബന്ധത്തിൽ എത്തുമ്പോൾ അവൻ സ്വതന്ത്രനാകുന്നു. അപ്പോഴാണ് അവൻ സ്വതന്ത്രനാകുന്നത്. ആ സ്വാതന്ത്ര്യത്തിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ചിന്തിക്കാനുള്ള വഴിയാക്കുന്നു. സ്വതന്ത്ര ചിന്തകനല്ല ചിന്തിക്കുന്നത്. സ്വതന്ത്രത്തോട് പ്രവർത്തിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ മറ്റുള്ളവരാണ് ചിന്തിക്കേണ്ടി വരുന്നത്. ഒരിക്കലും സ്വതന്ത്രൻ ചിന്തക്ക് കീഴ്പ്പെടുന്നില്ല. കാരണം അവൻ അനുഭവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവനാണ്. സ്വാതന്ത്ര്യം കൈവരിച്ചിരിക്കുന്നവൻ എന്നും സത്യത്തിൻ്റെ അനുഭവത്തിൻ്റെ കൂടെയാണ്. അവിടെ ബാക്കിയുള്ളവരാണ് ചിന്തിക്കുന്നത്. ഒരു വ്യക്തി സത്യത്തിൻ്റെ പാതയിൽ ഉണർന്നാൽ ബാക്കിയുള്ളവർ മാറി ചിന്തിക്കേണ്ടി വരുന്നു. അവരുടെ കീഴ്വഴക്കങ്ങളും അവരുടെ സദാചാരവും സർവ്വതും തകർന്നു പോകും. അതിന് യാതൊരു സംശയവും വേണ്ട. പ്രപഞ്ച സത്യത്തെ അറിയുന്നവൻ ചിന്തിക്കുകയല്ല, അവൻ അനുഭവിക്കുകയാണ്, അവൻ ജീവിക്കുകയാണ്. അവന് പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല. അവനെപ്പോഴും അനുകൂലത്തിൻ്റെ ആഘോഷത്തിലെ നിറവിലാണ് അവൻ്റെ ജീവിതം. നമ്മളുടെ സവിശേഷത നമ്മൾ അറിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതില് തോന്നിവാസത്തിൽ ജീവിക്കുന്നതിൽ ഒരു സ്വാതന്ത്ര്യമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്നത്. എവിടെയാണ് തൻ്റെ ഇടത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം? അതെങ്ങനെയാണ് അനുഭവത്തിൽ വരുന്നത്? സ്വതന്ത്രനാകുക എന്ന് പറയുന്നത് നമ്മളെ മനോഹരമായിട്ട് അനുഭവിക്കുന്നിടത്താണ് സ്വതന്ത്രനാകുന്നത്. ഒരു വ്യക്തിക്ക് അവനവനെ തന്നെ മനോഹരമായിട്ട് അനുഭവിക്കാൻ സാധിക്കാത്തതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് അവനവൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലോട്ട് അനുഭവത്തിൽ ഇരിക്കാൻ പറ്റാത്ത, അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ദുരന്തം. അല്ലാതെ തോന്നിവാസം ചെയ്യുന്നത് സ്വാതന്ത്ര്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം തോന്നിവാസം ചെയ്യുന്നവന് അസ്വസ്ഥതകളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ആര് തെറ്റിദ്ധരിച്ചാലും തെറ്റിദ്ധാരണയിൽ നിന്ന് തെറ്റുകൾ മാത്രമേ ജനിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ വേണ്ടാത്തതിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. സ്വതന്ത്രനാവുക എന്ന് പറയുന്നത് വേണ്ടാത്ത കാര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അവന് മുക്തി എന്നുവെച്ചാൽ അവൻ്റെ സവിശേഷത അനുഭവിച്ച് തുടരുന്നതാണ് സ്വാതന്ത്ര്യം. ഇതാണ് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വത്തിൽ വരേണ്ടത്. ഈ ഭാഗത്താണ് ഉത്തരവാദിത്വമെങ്കിൽ, ഈ ഭാഗത്താണ് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വമെങ്കിൽ തീർച്ചയായിട്ടും അവൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് അർഹനായിത്തീരും. നാട്ടിൽ പ്രമാണി, വീട്ടിൽ കാര്യസ്ഥൻ,
അല്ലെങ്കിൽ ലോകപ്രസിദ്ധൻ, ഇതൊന്നും സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷണമല്ല. സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷണം അവൻ്റെ സമാധാനമാണ്, അവൻ്റെ ഐശ്വര്യവും അഭിവൃദ്ധിയുമാണ്. അത് അവൻ്റേത് മാത്രമാണ്. ഇത് അവൻ്റേത് മാത്രമാണ്. അവൻ്റെ സ്വകാര്യ സ്വത്താണ് അവൻ്റെ സ്വാതന്ത്ര്യം. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം അവൻ്റെ സ്വകാര്യ സ്വത്താണ്. അത് വേറെ ആർക്കും അറിയാൻ പറ്റത്തില്ല. ഒരു വ്യക്തി സ്വതന്ത്രനാകുമ്പോൾ ആ വ്യക്തിക്ക് മാത്രം വിലയിരുത്താൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ളവർ ചിന്തിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് 100 ആയിരക്കണക്കിന് അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. കാരണം അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവർ സ്വതന്ത്രരല്ലാത്തത് കൊണ്ടാണ് അവർ ഒരു സ്വാതന്ത്ര്യമുള്ളവരെ കാണുമ്പോൾ ചിന്തകളുണ്ടാകുന്നത്. ഒരു വ്യക്തി സ്വാതന്ത്ര്യം കൈവരിക്കുമ്പോൾ അവിടെ കുറേ സ്വതന്ത്ര ചിന്തകരുണ്ടാവും. പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല. സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്തകളുണ്ടാകും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ അന്തരീക്ഷത്തിൽ ഇതാണ് സംഭവിക്കാനുള്ള സാധ്യത. അപ്പം നമ്മൾ വളരെ പറയും, അതായത് ആ വ്യക്തിയുടെ സ്വരൂപത്തെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നതാണ് സ്വാതന്ത്ര്യം, അല്ലെ മുക്തി എന്ന് പറയുന്നത്. മുക്തി എന്ന് പറയുമ്പോൾ നമ്മളാകാനുള്ള കാരണത്തിൻ്റെ അടിസ്ഥാനം അനുഭവിക്കാൻ തുടരുന്നു. കാരണം ഇതിങ്ങനെയാണ്, ഇതിനകത്ത് കൺഫ്യൂഷനില്ല. എൻ്റെ തീരുമാനമല്ല, ഇതെൻ്റെ തീരുമാനമല്ല. എന്നിൽ യാതൊന്നും എൻ്റെ തീരുമാനപ്രകാരം പ്രവർത്തിക്കുന്നില്ല. ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നടക്കുന്നു. അവിടെ ആ വ്യക്തിയാണ് സ്വാതന്ത്ര്യം കൈവരിച്ചത്. ഇവിടെയുള്ളൊരു പുല്ലുണ്ടാകാനുള്ള കാരണം പോലെ തന്നെ ഞാനും ഉണ്ടാകാനുള്ള കാരണം. അത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അത് പുല്ലാണോ ഞാനാണോ മെച്ചപ്പെട്ടത്, അങ്ങനൊരു ഭാഗമില്ല. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷണം. സർവ്വതിനും ഒരുപോലെയുള്ള പങ്കാളിത്തമാണ്. ഈ അന്തരീക്ഷം ഇങ്ങനെ ആയതുകൊണ്ടാണ് പുല്ല് കിളുത്തത്, ഞാനും കിളുത്തത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നുമില്ല. പുല്ലുണ്ട്, ഞാനുമുണ്ട്. വൃക്ഷങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഞാനുമുണ്ട്. അതാണ് സ്വാതന്ത്ര്യം. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിക്ക് അതിനനുയോജ്യമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അന്തരീക്ഷം വന്നാൽ മാത്രമാണോ ആ വ്യക്തിക്ക് അനുഭവത്തിൽ തുടരാൻ സാധിക്കുന്നത്? ആ വ്യക്തി അനുയോജ്യമായിട്ടുള്ള അനുഭവത്തിലാണല്ലോ ജനിക്കുകയും നിലനിൽക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇനി എവിടെ നിന്ന് വരാനുള്ളത്? ഒന്നും വരാനില്ല. ഉള്ളതിൽ പരിശോധിച്ചാൽ വേണ്ടതെല്ലാം ഉണ്ട്. എന്താണ് അവിടെ ഷോർട്ടേജ്? എന്താണ്? യാതൊരു പോരായ്മയില്ല. സമ്പൂർണമാണ്. സമ്പൂർണതയിൽ പരിപൂർണമാണ്. വേണ്ടതെല്ലാം ഉണ്ട്. വളരെ വളരെ സിമ്പിളാണ്. നമ്മളിനി കാച്ചിക്കുറുക്കിയൊന്നും എടുക്കണ്ട. എന്തുകൊണ്ടാണ് തുടർച്ചയിൽ നിൽക്കാൻ സാധിക്കാതെ പോകുന്നത്? ആർക്ക്? ഈ എമർജിങ് എനിക്ക്. അതെ. അപ്പം ഞാനെന്ന് പറയുന്നത് കൃത്രിമമായിട്ട് ചുറ്റുപാടും കാണുന്ന ചില വ്യവസ്ഥകളെ ആശ്രയിച്ചുകൊണ്ട്, ചുറ്റുപാടും കാണുന്ന വ്യവസ്ഥകൾ നശിക്കുന്നതായതുകൊണ്ട്, എങ്ങനെ ഞാനുണ്ടാകാനുള്ള കാരണം എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, വീടുണ്ട്, നാടുണ്ട്, കുറച്ച് കാശുണ്ട്, കുറച്ച് അറിവുണ്ട്. ഇതെല്ലാം നശിക്കുന്നതാണ്. ആ നശിക്കുന്ന അവസ്ഥയെ ആശ്രയിച്ചുകൊണ്ട് നിലനിർത്താൻ ശ്രമിക്കുന്ന ഞാൻ എന്നും ദുഃഖത്തിലും ദുരന്തത്തിലുമായിരിക്കും. കാരണം നാശത്തെ ആശ്രയിച്ചാണ് ഞാനുണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾക്ക് സ്വസ്ഥത കൈവരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഞാനെന്ന് പറയുന്നത് ഞാനാകാനുള്ള കാരണത്തെയാണ് കാണുന്നതെങ്കിൽ
അവിടെ ഞാനായിട്ട് രൂപം കൊള്ളാനുള്ള കാരണം അത് സത്യസന്ധമായിട്ട് അനുഭവത്തിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ആശങ്കയില്ല, ആശ്വാസം മാത്രമേ ഉള്ളൂ. കാരണം പറ്റത്തില്ല അവിടെ അസ്വസ്ഥത. കാരണം സർവ്വതുമായിട്ട് താതാമ്യം പ്രാപിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് തുടർച്ചയുണ്ട്. അവിടെ ആശങ്കയില്ല. കാരണം ഇതൊന്നു മാത്രമല്ലേ ഉള്ളൂ. ഇത് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു കോൺഫ്ലിക്റ്റിനുള്ള സാധ്യത? യാതൊരു കാരണവശാലും ഇല്ല. അനശ്വരമായിട്ട് പറഞ്ഞു. അവിടെ കോൺഫ്ലിക്റ്റ് ആയി നിൽക്കുന്ന ആ ടെമ്പററി ആയിട്ടുള്ള ആ ഞാനിനെ ഡിസോൾവ് ചെയ്യാൻ അവിടെ ഉള്ള ഒന്നിനെ ശ്രദ്ധയിലും തുടർച്ചയിലും കൊണ്ടുവരണം. അങ്ങനെയല്ലേ? പ്രവൃത്തി എന്നെ ചലിപ്പിക്കുന്നത് എന്താണ്? എന്നെ ചലിപ്പിക്കുന്ന ശക്തി എന്താണ്? ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് എൻ്റെ ശ്രദ്ധ ഞാൻ ചെയ്തതിനെ കാത്തു പരിപാലിക്കാൻ നോക്കുന്നതാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. നമ്മൾക്ക് ദുഃഖം ഉണ്ടാകാൻ കാരണം എന്താണ്? ഞാനാണ് വീടുണ്ടാക്കിയത്, ഞാനാണ് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കൊണ്ടുവന്നത്, ഞാനാണ് ഇതിനൊക്കെ കാരണക്കാരൻ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ എന്തായി? നമ്മുടെ ശ്രദ്ധ വികലമായി. നമ്മൾക്ക് നമ്മുടെ ഉത്തരവാദിത്തം ഭാരമുള്ളതായി. ഞാനാണ് എൻ്റെ ഭാര്യയും മക്കളെ നോക്കുന്നത്, ഞാൻ കാരണമാണ് ഈ വ്യവസായം ഉണ്ടായത്, ഞാൻ കാരണമാണ് ഈ നാട്ടിൽ അഭിവൃദ്ധി ഉണ്ടായത്, എൻ്റെ കോൺട്രിബ്യൂഷനാണ്. എന്ത് സംഭവിക്കും? എൻ്റെ ഉത്തരവാദിത്തം ക്ഷീണമുള്ളതാകും, രോഗമുള്ളതാകും. നേരെ മറിച്ച് ഞാനാകാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണ്? ഞാനാകാനുള്ള ശക്തി എന്താണ്? എന്നെ ഞാൻ ആക്കുന്ന സവിശേഷത എന്താണെന്നുള്ള ഭാഗമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അവിടെ ഞാൻ ശാന്തനാകും. എൻ്റെ അഹങ്കാരം മാറി ഞാൻ എളിമയുള്ളവനാകും. അതുവഴി എൻ്റെ കണ്ണുകൾക്ക് തെളിച്ചമുണ്ടാകും, എൻ്റെ കാതുകൾക്ക് ഇമ്പമുണ്ടാകും. സങ്കീർണത മാറി സംഗീതമാകും. അനശ്വരത എൻ്റെ സ്വഭാവമാകും. എൻ്റെ സ്വഭാവം അനശ്വരതയാകും, നിത്യം, തുടർച്ച. അതുകൊണ്ട് ആശ്വാസം. എവിടെയാണ് ആശങ്ക വരുന്നത്? തകർച്ച. എന്തുകൊണ്ട് തകർച്ച? എൻ്റെ ഉത്തരവാദിത്തം, ഞാനുണ്ടാക്കിയതിനെ കാത്തു പരിപാലിക്കാനുള്ള എൻ്റെ താല്പര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുള്ള ഭാഗത്താണ് ഉത്കണ്ഠ, ആശങ്ക, പ്രതിസന്ധികളെല്ലാം. മറ്റൊരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നിടത്തല്ല, അവനവനെ തന്നെ ശ്രദ്ധിക്കുന്നിടത്താണ് അവനവൻ്റെ സവിശേഷതകൾ അറിയുന്നത്. മറ്റുള്ളവരോട് ചോദിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ തെളിച്ചം ഒരിക്കലും സാധ്യമല്ല. സഹകരിച്ചാൽ സാധ്യമാണ്, തീർച്ചയായിട്ടും. സഹകരിച്ചാൽ, ഒത്തൊരുമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെളിഞ്ഞു വരുന്നതാണ് നമ്മുടെ ജീവസത്യം. ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളമാണ് നമ്മളെന്ന് നമ്മൾ പറയേണ്ടത്. അല്ലെങ്കിൽ ഞാനെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അധികാരം നമ്മൾ സർവ്വതുമായിട്ട് ലയിച്ച് ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ്. അവിടെ മാത്രമേ നമുക്ക് ആശ്വാസം. നമ്മുടെ സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അസ്വസ്ഥതയാണ്. കാരണം ഭാവി നമ്മൾ ചിന്തിക്കും. എന്തുകൊണ്ട് ഭാവി ചിന്തിക്കുന്നു? കാരണം നമ്മൾക്കറിയാം നമ്മൾ നിലനിൽക്കത്തില്ല. എന്തുകൊണ്ട് ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നു? നിലനിൽക്കത്തില്ല എന്ന് വളരെ വ്യക്തമാണ്. കാരണം എൻ്റെ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനത്തിൽ ഞാൻ ആശ്രയിക്കുക. തീർച്ചയായിട്ടും പരാജയം, ദുഃഖം, ദുരന്തം, രോഗം ഇതെല്ലാം നമ്മളുടെ തന്നെ സൃഷ്ടിയാണ്. വിട്ടുകൊടുത്താൽ ആഹാ,
അതുകൊണ്ട് വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ് എന്ന് പറയുന്നത്. എളിമപ്പെട്. ഇച്ചിരി പാടല്ലേ, പക്ഷെ എളിമപ്പെട്ടാൽ കിട്ടുന്ന സുഖം, വിട്ടുകൊടുത്താൽ ആഹാ. വിട്ടുകൊടുത്താൽ കിട്ടുന്ന ആശ്വാസം ഈ ലോകത്തിൽ വേറെ ഒരു സ്ഥലത്തു നിന്നും കിട്ടത്തില്ല. കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളവുമായിട്ട് ഒത്തൊരുമിച്ച് പോകുമ്പോൾ പ്രപഞ്ച സത്യവുമായിട്ട് ഒത്തൊരുമിച്ച് പോകുമ്പോൾ പ്രതികൂല സാഹചര്യത്തെ നമ്മൾ പോലും അറിയാതെ നിർവീര്യം ചെയ്ത് കളയുന്ന സംവിധാനമാണ് ഈ ഒത്തൊരുമ. നമ്മൾ പോലും അറിയത്തില്ല, മുൻകൂട്ടി തന്നെ അങ്ങനൊരു ഭാഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സംവിധാനം അറിഞ്ഞിരിക്കും. നമ്മളറിയണ്ട. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരത്തില്ല. ആവറേഷൻ forgive. അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥമൊന്നും എടുത്തൊന്ന് വിന്യസിപ്പിച്ച് നോക്കിക്കേ. യു ഹാവ് ടു ഗീവ് അല്ലേ? അവിടെ നമ്മൾ എന്തോ ബലം പിടിച്ചിരുന്നില്ലേ? അതുകൊണ്ടല്ലേ forgive, forget അല്ലേ, forgotten. ഇതെല്ലാം നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിക്കേ. അവിടെ എന്തോ നമ്മൾ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു അല്ലേ? അവിടെയെല്ലാം നമ്മളെന്തോ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് എക്സാക്ട്ലി. ശരത്ത് അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? അവിടെ ഞാൻ പിടിച്ചു വച്ചിരിക്കുക. അത് വിട്ടുകൊടുക്കുമ്പോൾ ആ തീരുമാനം ശരത്ത് അങ്ങനെ ചെയ്യരുതുമായിരുന്നു. എൻ്റെ തീരുമാനം ശരത്ത് അങ്ങനെ ചെയ്യരുതുമായിരുന്നു. ശരത്ത് ചെയ്തത് തെറ്റാണ്. ആ തീരുമാനം എടുത്തു കളയുമ്പോൾ ഐ ഹാവ് forgiven അല്ലേ? ശരത്ത് ചെയ്തത് ശരിയാണ്, ഇത്രയേ ഉള്ളൂ. ശരത്ത് ചെയ്തതാണ് ശരി എന്ന് പറയുമ്പോൾ വിട്ടുകൊടുത്ത് അല്ലേ? അവിടെ തുടർച്ച അനുഭവത്തിൻ്റെ തടസ്സത്തെ റിലീസ് ചെയ്തു. എനിക്കുള്ള കുറ്റബോധം, ആ ശരത്ത് അങ്ങനെ ചെയ്യരുതുമായിരുന്നു എന്നുള്ള എൻ്റെ തീരുമാനം ഞാൻ മാറ്റി. ഞാനാണ് തെറ്റുകാരൻ. അപ്പോൾ ഐ ആം forgiving myself. എന്നോട് തന്നെ ഞാൻ പൊറുക്കുകയാണ്. എൻ്റെ തീരുമാനം എന്തുകൊണ്ട് എടുത്തു, എൻ്റെ തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്, അവിടെ തന്നെ എന്നോട് തന്നെ ഞാൻ പൊറുക്കുകയാണ്. എന്നാൽ മാത്രമേ അവിടെ എനിക്കും മോചനം കിട്ടത്തുള്ളൂ. ശരത്തിനോട് പൊറുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് പൊറുക്കണം. ഞാൻ എന്തുകൊണ്ട് ഇതിങ്ങനെ തീരുമാനം എടുത്തു? കാരണം ശരത്തിനോട് പൊറുത്തത് പരിപൂർണമാകണമെന്നുണ്ടെങ്കിൽ, ശരത്തിനെ ഞാൻ forgive ചെയ്തത് പരിപൂർണമാകണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ തീരുമാനം കൂടി ആകരുത്. ഇനി ഞാൻ എന്തിനു തീരുമാനിക്കേണ്ടി വന്നു? ഞാൻ തീരുമാനിച്ച് ശരത്തിനോട് ഞാൻ forgive ചെയ്യുന്ന ഭാഗം പോരാ. അതുകൊണ്ട് തീരുന്നില്ല. ആ forgiving കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിന് തീരുമാനമെടുത്തു അതുകൂടി തീരണം. അതിൻ്റെ റൂട്ടിലെത്തണം. എനിക്ക് തീരുമാനിക്കാൻ, ശരത്ത് ചെയ്തത് തെറ്റാണെന്ന് തീരുമാനിക്കാൻ എങ്ങനെ അധികാരം ഉണ്ടായി? ആ അധികാരം കൂടി എടുത്തു കളയണം. അവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആരംഭം. മറ്റു വ്യക്തി അത് ഒരു പ്രവൃത്തി ചെയ്തത് നമ്മളെവിടെയോ നമ്മളുടെ
ജീവിതത്തിനൊരു ഭംഗമായിട്ട് നിൽപ്പുണ്ട്. അപ്പം അങ്ങനൊരു ഭാഗം അയാൾ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് നമ്മുടെ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് നമ്മളിൽ ഒരു ഭാരമായിട്ട് നിൽക്കുന്നത്. ആ തീരുമാനത്തെയാണ് നമ്മൾ എടുത്തു കളയുന്നത് അല്ലേ? കൃത്രിമമായിട്ടുള്ള ഒരു സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഞാൻ ശരത്തിനെ എതിർത്തത്. എന്തിനാണ്? കൃത്രിമമായിട്ടുള്ളൊരു സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഞാൻ ശരത്തിനെ എതിർത്തത്. ശരത്തിനെ എതിർത്തത് തെറ്റായിപ്പോയെന്ന് കാണുമ്പോൾ അതിലും വലിയൊരു തെറ്റ് എന്നിലുണ്ട്. എന്താണ്? കൃത്രിമമായിട്ടുള്ളൊരു സെൽഫാണ്. ആ സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശരത്തിനെ എതിർത്തത്. ക്ലിയർ ആണോ? ആ, നമ്മൾ ആ വ്യക്തിയുടെ അന്തരീക്ഷത്തെ കൂടി കണക്കിലെടുക്കുന്നുണ്ടോ സാർ? അതായത് ആ വ്യക്തിയുടെ അന്തരീക്ഷത്തെ കണക്കിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനെന്ന് പറയുന്ന സെൽഫ് ഇംപ്രോപ്പർ സെൽഫിൽ നിന്ന് പ്രോപ്പർ സെൽഫിലോട്ട് വരുമ്പോൾ രണ്ടുപേരും സംരക്ഷപ്പെട്ട ഒന്നായില്ലേ? രണ്ടുപേരും ഒന്നായില്ലേ? രണ്ടുപേരും ഒന്നായതുകൊണ്ട് അവിടെ യാതൊരു കാരണവശാലും അവിടെ ഫൊർഗീവ് ചെയ്യുകയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുകയോ അങ്ങനെ ഒന്നുമില്ല. അത് കംപ്ലീറ്റ് ദഹിച്ചു. അത് കംപ്ലീറ്റ് അപ്രത്യക്ഷമായി. അതെ അതെ. നമ്മളിപ്പോ നമ്മുടെ ഫോൾ സെൽഫിലാണ് നിൽക്കുന്നെങ്കിൽ മറ്റൊരു വ്യക്തി ലക്ഷ്യത്തെ കാണാൻ നമുക്ക് പ്രാപ്തി ഇല്ലല്ലേ? ഇല്ല. കാരണം നമ്മൾ ഭാവന ചെയ്യല്ലേ. നമ്മൾ ഭാവന ചെയ്യേ. ആ വ്യക്തി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇതെല്ലാം നമ്മളുടെ ഭാവനയാണ്. യെസ് ഹാരിഷ്. ചെരുപ്പ് മാറിയിട്ടതാണ്, അറിയാതെ ഇട്ടതാണ്? മാറിപ്പോയതാണെന്ന് തോന്നുന്നു. വേറെ ആരോ ചെരുപ്പിട്ട് കയറിപ്പോയതാണോ? എന്തോ എന്തോ എനിക്ക് പിന്നെ ജോലി ഒരിക്കൽ 2005 2006 2007 കാലഘട്ടത്തിൽ എനിക്ക് സൗദിയിലായിരുന്നു ജോലി. മക്കത്ത് ഹറം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ മുസ്ലിംസ് ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന. അപ്പം ഞാൻ ഈ പോകുന്ന സമയത്ത് ചെരുപ്പ് പുറത്ത് വെച്ചിട്ട് അയച്ചിട്ടിട്ട് അകത്ത് കയറും. തിരിച്ചു വരുമ്പോ എനിക്ക് ചെരുപ്പ് ഉണ്ടാവില്ല. പിന്നെ ആരെങ്കിലും ചെരുപ്പിട്ടിട്ട് പോണോ? അത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ല. അപ്പൊ ഞാൻ പിന്നെ അടുത്ത കടയിൽ പോയിട്ട് വീണ്ടും ചെരുപ്പ് മേടിക്കും. പിന്നെ ഇങ്ങനെ ആയപ്പോ എന്റെ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ചെരുപ്പ് നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇത് ശരിയായ പരിപാടിയില്ല. ചെരുപ്പ് എവിടെയെങ്കിലും വാതിലിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെക്കാൻ കരുതി. അങ്ങനെ കുറച്ച് ദിവസം വാതിലിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചപ്പം തിരിച്ചു വരുമ്പം വാതിൽ അടക്കാത്ത കാരണം കൊണ്ട് തന്നെ എനിക്ക് ചെരുപ്പ് തിരിച്ചു വിടും. പിന്നെ ഒരു ദിവസം ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് വാതിൽ അടക്കുന്ന സംഭവം ഉണ്ടപ്പോ പിന്നെ ചെരുപ്പ് വീണ്ടും പോയി. പിന്നെ ഞാൻ എന്റെ ചെരുപ്പ് കട്ടത്ത് വെച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. കാരണം എത്ര ചെരുപ്പ് ഇരുന്നിട്ടായി മേടിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെരുപ്പിന്റെ കഥ പറയുമ്പോ നമ്മൾ ഏത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുമ്പോഴും എന്തൊക്കെ പറഞ്ഞ എപ്പം നമ്മള് പോവാണ് അവിടെ കയറുന്ന ആൾക്കാര് ഈ ചെരുപ്പ് കക്ഷത്ത് വെച്ചിട്ട് വരുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ചെരുപ്പ് ഞാനും കക്ഷത്ത് വെച്ചിട്ട് പോവാ. അങ്ങനെ കുറച്ചു കാലം ഞാൻ കക്ഷത്ത് വെച്ചിട്ട് പോകാൻ തുടങ്ങി. ഈ കക്ഷത്ത് വെച്ചിട്ട് ചെരുപ്പ് കൊണ്ടു നടക്കുന്ന പരിപാടി എനിക്ക് അത്ര നല്ലതല്ലെന്ന് തോന്നി. എനിക്ക് തോന്നുന്നതാണ്. അതല്ല, അതാണ് ഈ ചെരുപ്പ് കാന്തി ചെരുപ്പ് ഇടണ്ട, പിന്നെ കക്ഷത്തും വകയണ്ട, തട്ടിക്കൊണ്ടുപോകുന്നുള്ള പേടിയും വേണ്ട. അതെല്ലാം മോനെ ഭയങ്കര ചൂടാണ് അവിടെ, മരുഭൂമിയല്ലേ. പുറത്ത് നടക്കുമ്പോഴേ ഈ കാല് പൊള്ളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കണേ. ചെരുപ്പ് നമ്മളൊരു മരത്തിന്റെ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുഷ്യനാണ്, മനസ്സിലായോ? അത് ആവശ്യമുള്ള സ്ഥലത്ത് ഇട്ടാൽ മതി. കാലിങ്ങനെ പൊള്ളണേ നടക്കുമ്പോഴേ, ചൂട് കാരണം
വന്നോണ്ടേ. അപ്പൊ അന്നേരത്തേക്ക് നമുക്കൊരു കുറ്റം വേണം. അങ്ങനെ ഉപയോഗിച്ചാണ് ചെരുപ്പ്. ചെരുപ്പിന്റെ ഉപയോഗം അവിടെയാണ് ചെരുപ്പം. ഇവിടെ ചെരുപ്പിന്റെ ഉപയോഗമൊന്നുമില്ല. ഇവിടെ അത്ര വലിയ ചൂടൊന്നുമില്ല. ഇവിടെ ചെരുപ്പിടാണ്ട് നടന്നാലും ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ചെരുപ്പ് ആവശ്യമുള്ളിടത്താണ് ചെരുപ്പിന്റെ ആവശ്യം. സ്വർഗത്തിൽ ചെരുപ്പിന്റെ ആവശ്യമുണ്ടോ? എന്നിട്ട് എന്നോട് പറയാണ്, അപ്പൊ ഇന്റെ ഇത്രയും ചെരുപ്പ് പോയപ്പോ ഒരു മൗല്യരോട് ചോദിച്ചു, ഒരു നല്ലൊരു മൗലവി താടി നല്ല തിരക്കിട്ടൊക്കെ. ഞാൻ പറഞ്ഞു, ഉസ്താദ് എന്റെ കുറെ ചെരുപ്പ് ഇവിടുന്ന് പോയി, ഞാൻ ഇനിയിപ്പോ ചെരുപ്പൊന്നും മേടിക്കുന്നില്ല, ചെരുപ്പിടാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചെരുപ്പൊക്കെ സ്വർഗത്തിൽ കിട്ടും. ഹലോ ഹാരിഷ് ബേബി. كيف عندك كويس പിന്നെ ഹരീഷ് കുട്ടിയല്ലേ? ആ അതെ 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 അതെ. എന്തോ ഇങ്ങോട്ട് വരുന്നില്ലേ? അതിരപ്പള്ളിക്ക് വരുന്നില്ലേ? ശബ്ദം കേൾക്കുന്നില്ല ഹരീഷ്. ചേട്ടാ നാളെ നോമ്പ് തുടങ്ങാണ്. എനിക്ക് അവിടെ നിന്ന് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. ആയിക്കോട്ടെ. എന്തോ? ആ ഓക്കെ. ഇവിടെ ഷാഫിയുണ്ട്, കെന്നുണ്ട്, ജെനിയുണ്ട്, പിന്നെ നമ്മളെല്ലാവരും ഉണ്ട്. ഓക്കെ. സെറ്റ് സെറ്റ് അതുകൂടി പറ. ഓക്കെ എന്നാ ശരി. എന്നാലും ആരിഷൊന്നും പറയലല്ലേ? ഹാരിഷിന്റെ സൗണ്ട് കേൾക്കാൻ നേരത്തെ കാത്തിരിക്കുവായിരുന്നു.